ॐ नमो भगवते वासुदेवाय। ॐ नमो भगवते वासुदेवाय। ॐ नमो भगवते वासुदेवाय। ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादात् सहगणा ललिता श्रीविशाखामितांश्च। हे कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेशा गोपिका कान्ता राधा कान्ता नमोऽस्तुते। तप्तकाञ्चनगौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वंशाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने। नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैता गदाधर श्रीवासादि गौरभक्तवृंदा। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं। परमानन्दमाधवं श्रीचैतन्यमीश्वरम्। ഹരേ കൃഷ്ണ. എല്ലാ പ്രിയപ്പെട്ട ഭക്തർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 11 നമ്മൾ പഠിക്കുന്നത്. ശ്ലോകം നമ്പർ 35 വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. അപ്പോൾ വിശ്വരൂപം എന്ന് പറയുന്ന ആ ഒരു അധ്യായമാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അർജുനൻ കുറേ കാഴ്ചകൾ കണ്ടു. വിശ്വരൂപം, അതായത് വിശ്വരൂപം കണ്ടതിന് ശേഷം അർജുനൻ അദ്ദേഹത്തിന് ഒരുപാട് അദ്ദേഹത്തിന് ഇടയിൽ പേടി തോന്നുന്നു, ഇടയിൽ വളരെയധികം അത്ഭുതകരമായിട്ട് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഒരുപാട്, അതായത് രോമകൂപങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നു. അതേപോലെ അദ്ദേഹത്തിന് എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരവസ്ഥയിലേക്ക് വരുന്നു അദ്ദേഹം. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇതെല്ലാം കണ്ടതിന് ശേഷം അർജുനൻ ചോദിക്കുന്നു ഭഗവാനോട്, അങ്ങ് ആരാണ് ശരിക്കും? അങ്ങ് ശരിക്കും ആരാണ്? അങ്ങയുടെ ഉദ്ദേശം എന്താണ്, അല്ലെങ്കിൽ അങ്ങയുടെ മിഷൻ എന്താണ് എന്നുള്ളത് അർജുനൻ ചോദിക്കുന്നുണ്ട്. അതിനുത്തരമായിട്ട് ഭഗവാൻ കൃഷ്ണൻ പറയുന്നു, അഹം കാലോസ്മി, ഞാൻ കാലം അല്ലെങ്കിൽ സമയം എന്ന് പറയുന്നത് ഞാനാകുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നത് നീ കേൾക്കൂ, അല്ലെങ്കിൽ ഇതെന്തായാലും ഞാൻ കാലമായതുകൊണ്ട് എല്ലാം അവസാനിപ്പിക്കുന്നതും ഞാൻ തന്നെയാണ്. അതുകൊണ്ട് നീ ഉപകരണം, എൻ്റെ കയ്യിലെ ഉപകരണമായി മാറിയാൽ മാത്രം മതി എന്നുള്ളത് ഭഗവാൻ പറയുന്നു. അദ്ദേഹം പറയുന്നു, ഞാൻ എല്ലാവരെയും ഓൾറെഡി, അവിടെയുള്ള യുദ്ധകളത്തിലുള്ള എല്ലാവരും ഓൾറെഡി അവർ മരിച്ചു കഴിഞ്ഞു. സമയത്തിൻ്റെ ആ ഒരു പ്രഭാവത്തിൽ എല്ലാവരും അവസാനിച്ചിരിക്കുന്നു ഓൾറെഡി. എന്നാൽ നീ എൻ്റെ ഉപകരണമായി മാറൂ എന്ന് ഞാൻ പറയുന്നത് കേൾക്കൂ എന്നുള്ള രീതിയിലാണ് ഭഗവാൻ പറയുന്നത്.
അതിനുത്തരമായിട്ട് അർജുനൻ ഇനിയിവിടെ അർജുനൻ ആക്ച്വലി ഇവിടെ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അർജുനൻ ഇനി പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അർജുനൻ്റെ പ്രാർത്ഥനയാണ് കാണുന്നത്. ഭഗവാനെ പ്രകീർത്തിക്കുന്നത് നമുക്ക് കാണാം. ഭഗവാനെ സ്തുതിക്കുന്നു ഇനിയുള്ള ശ്ലോകങ്ങളിൽ. 35 മുതൽ 36 ശ്ലോകം മുതൽ അർജുനൻ്റെ പ്രാർത്ഥന കേൾക്കാം. ഏകദേശം 46 ശ്ലോകം വരെ അതാണ്. നോക്കാം. ശ്ലോകം 36. അർജുനോവാച സ്ഥാനേ ഋഷികേശ തവ പ്രകീർത്യാ സ്ഥാനേ ഋഷികേശ തവ പ്രകീർത്യാ ജഗത്പ്രഹർഷ്യതി അനുരജ്യത്തെ ച രക്ഷാംസി ഭീതാനി ദിശോ ദ്രവന്തി സർവേ നമസ്യന്തി ച സിദ്ധസംഗാഃ. അർജുനോവാച സ്ഥാനേ ഋഷികേശ തവ പ്രകീർത്യാ ജഗത്പ്രഹർഷ്യതി അനുരജ്യത്തെ ച രക്ഷാമി ഭീതാനി ദിശോ ദ്രവന്തി സർവേ നമസ്യന്തി ച സിദ്ധസംഗാഃ. ഓക്കെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അർജുന ഉവാച സ്ഥാനേ ഹൃഷീകേശ തവ പ്രകീർത്യാ ജഗത് പ്രഹൃഷ്യത്യനുരജ്യത്തെ ച രക്ഷാംസി ഭീതാനി ദിശോ ദ്രവന്തി സർവേ നമസ്യന്തി ച സിദ്ധസംഘാഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. അർജുന ഉവാച സ്ഥാനേ ഋഷികേശ തവ പ്രകീർത്യാ ജഗത് പ്രഹർഷ്യതി അനുരുജ്യത്തെ ച രക്ഷാംസി ഭീതാനി ദിശോ ദ്രവന്തി സർവേ നമസ്യന്തി ച സിദ്ധസംഗാഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. അർജുന ഉവാച പ്രകീർത്യാ ജഗത് പ്രഹൃഷ്യത്യനുരജ്യത്തെ ച രക്ഷാംസി ഭീതാനി ദിശോ ദ്രവന്തി സർവേ നമസ്യന്തി ച സിദ്ധസംഘാഃ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭു. മാതാജി പറഞ്ഞോളൂ, നെക്സ്റ്റ് ഞാൻ പറയാം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അർജുന ഉവാച സ്ഥാനേ ഋഷികേശ തവ പ്രകീർത്യാ ജഗത്പ്രഹൃഷ്യത് അനുരഞ്ജതേ ച രക്ഷാംസി ഭീതാനി ദിശോ ദ്രവന്തി സർവേ നമസ്യന്തി ച സിദ്ധസംഘാഃ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. അർജുന ഉവാച സ്ഥാനേ ഋഷികേശ തവ പ്രകീർത്യാ ജഗത് പ്രഹൃഷ്യാത്യനുരഞ്ജതേ ച രക്ഷാംസി ഭീതാനി ദിശോ ദ്രവന്തി സർവേ നമസ്യന്തി ച സിദ്ധിസംഘാഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. അർജുന ഉവാച സ്ഥാനേ ഹൃഷീകേശ തവ പ്രകീർത്യ ജഗത് പ്രഹൃഷ്യത്യനുരജ്യത്തെ ച രക്ഷാംസി ഭീതാനി ദിശോ ദ്രവന്തി സർവേ നമസ്യന്തി ച സിദ്ധസംഘാഃ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണ. അർജുന ഉവാച സ്ഥാനേ ഋഷികേശ തവ പ്രകീർത്യാ ജഗത് പ്രഹൃഷ്യത്യനുരജ്യത്തെ ച രക്ഷാംസി ഭീതാനി ദിശോ ദ്രവന്തി സർവേ നമസ്യന്തി ച സിദ്ധസംഘാഃ. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വിവർത്തനം വായിക്കൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അർജുനൻ പറഞ്ഞു, ഋഷികേശ, ഇന്ദ്രിയങ്ങളുടെ നാഥ, അങ്ങയുടെ തിരുനാമ കീർത്തനത്താൽ ലോകം ആനന്ദഭരിതമായി തീരുന്നു. അങ്ങയിൽ അനുരക്തമാവുന്നു. സിദ്ധി നേടിയവർ അങ്ങയെ പ്രണമിക്കുന്നുവെങ്കിലും അസുരഗണങ്ങൾ ഭയപ്പെട്ട് അങ്ങുമിങ്ങും പായുകയാണ്. ഇത് ഉചിതം തന്നെ. ഭാവാർത്ഥം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് എ.സി. ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് ശ്രീല പ്രഭുപാദ് കി ജയ്. കുരുക്ഷേത്രത്തിലെ യുദ്ധത്തിന്റെ ഫലം എന്തെന്ന് കൃഷ്ണനിൽ നിന്ന് അറിഞ്ഞ അർജുനന് ബോധോദയമുണ്ടായി.
ഭഗവത് മതമനുസരിച്ച് നടന്നതെല്ലാം തികച്ചും ഉചിതമെന്ന് കൃഷ്ണന്റെ ഉറ്റ സുഹൃത്തും ഭക്തനും എന്ന നിലയിൽ അദ്ദേഹം പറഞ്ഞു. കൃഷ്ണൻ സ്വഭക്തന്മാരുടെ സംരക്ഷകനുമാണെന്ന് അർജുനന് മനസ്സിലായി. ഭഗവാൻ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. കുരുക്ഷേത്ര യുദ്ധം നടന്നുകൊണ്ടിരിക്കെ അസംഖ്യം ദേവന്മാരും സിദ്ധന്മാരും ഉപരിലോകവാസികളായ മറ്റു മനീഷികളും ബാഹ്യാന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് കൃഷ്ണന്റെ സാന്നിധ്യത്തിൽ നടക്കുന്ന ആ യുദ്ധത്തെ നിരീക്ഷിക്കുന്നുണ്ടെന്നും അദ്ദേഹം അറിഞ്ഞു. അർജുനൻ കൃഷ്ണന്റെ വിശ്വരൂപം കണ്ടപ്പോൾ ദേവന്മാർ സന്തുഷ്ടരായി. അസുരന്മാരും നാസ്തികർക്കുമാകട്ടെ അദ്ദേഹം ഭഗവാനെ വാഴ്ത്തുന്നത് സഹിക്കാൻ കഴിഞ്ഞില്ല. പരമദിവ്യോത്തമ പുരുഷന്റെ സർവസംഹാരകാരിയായ ആ രൂപം കണ്ട് ഭയപ്പെട്ട് അവരെല്ലാം ഓടിപ്പോയി. ഇങ്ങനെ രണ്ടു കൂട്ടരിലും വ്യത്യസ്ത പ്രതികരണങ്ങൾ ഉണ്ടാക്കിയ കൃഷ്ണനെ അർജുനൻ വാഴ്ത്തുകയാണ്. പ്രവർത്തനം ഏതു വിധമായാലും ഒരു ഭക്തൻ എപ്പോഴും ഭഗവാനെ സ്തുതിക്കുന്നു. കാരണം പരമപുരുഷൻ ചെയ്യുന്നതെല്ലാം ഏവർക്കും ഗുണകരമായിരിക്കുമെന്ന് അയാൾക്കറിയാം. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു. ഇവിടെ അർജുനൻ പറയുന്നു, ഋഷികേശ എന്നാണ് ഭഗവാനെ ഇവിടെ അഭിസംബോധന ചെയ്യുന്നത്. അത് എടുത്ത് നോക്കേണ്ട ഒരു കാര്യമാണ്. ഋഷികേശൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഋഷിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ. അപ്പോൾ ഇന്ദ്രിയങ്ങളുടെ മാസ്റ്റർ ആയിട്ടുള്ള ഭഗവാനെ ഋഷികേശൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇവിടെ ഋഷികേശ എന്ന് വിളിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഭക്തരുടെയും അതേപോലെ തന്നെ നാസ്തികരുടെയും രണ്ട് കൂട്ടരുടെയും ഇന്ദ്രിയങ്ങളുടെ കൺട്രോളർ അദ്ദേഹം തന്നെയാണ്. ആക്ച്വലി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കാരുണ്യം എല്ലായിടത്തും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. എന്നാൽ ഭക്തർ അത് ആക്സെപ്റ്റ് ചെയ്യുന്നു, ഭക്തരല്ലാത്തവർ അത് ആക്സെപ്റ്റ് ചെയ്യില്ല. അതാണ് വ്യത്യാസം. ഭഗവാനാണെങ്കിൽ എല്ലാവരുടെ ഹൃദയത്തിലുമുണ്ട്, അല്ലെങ്കിൽ എല്ലാവരെയും നിയന്ത്രിക്കുന്നത് അദ്ദേഹം തന്നെയാണ്, സംശയമൊന്നുമില്ല. എന്നാൽ ഭക്തരാണെങ്കിൽ അദ്ദേഹത്തിനെ വാഴ്ത്തുന്നു, അദ്ദേഹത്തെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. അഭക്തരാണെങ്കിൽ ഓടി രക്ഷപ്പെടാൻ നോക്കുന്നു, അല്ലെങ്കിൽ ഭക്തി ചെയ്യാതെ ഓടി അല്ലെങ്കിൽ മാറി നിൽക്കുന്നു. ഇവിടെ ഋഷികേശൻ എന്ന് ഭഗവാനെ വിളിച്ചുകൊണ്ട് അർജുനൻ പറയുവാണ്, അങ്ങയുടെ ആ നാമം കേൾക്കുമ്പോൾ തന്നെ, അങ്ങയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ഭക്തർക്കൊക്കെ അല്ലെങ്കിൽ എല്ലാവർക്കും ശരിക്കും പറയുകയാണെങ്കിൽ പ്രത്യേകിച്ചും ഭഗവാനെ ആരാധിക്കുന്നവർക്ക് ഒരുപാട് സന്തോഷം കിട്ടുന്നു, ആനന്ദം കിട്ടുന്നു. അതേപോലെ നേരെ മറിച്ച് ഭക്തരല്ലാത്തവരുടെ കാര്യം എന്താണ്? അസുരന്മാർ അവർ ഓടിപ്പോകുന്നു, അവർക്ക് താല്പര്യമല്ല, അല്ലേ? അതാണ് സുര അസുര രണ്ട് കൂട്ടരുണ്ട് എന്ന് നമ്മൾ പറയുന്നത്. സുര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരന്മാർ. ഇപ്പോൾ ദേവന്മാരെല്ലാവരും ഡെമിഗോഡ്സ് അല്ലെങ്കിൽ ദേവന്മാരെല്ലാവരും സുരന്മാരെന്നാണ് വിളിക്കുന്നത്. കാരണം എന്താണ്? അവരെല്ലാവരും വിഷ്ണുവിൻ്റെ ഭക്തനാണ്, ഭഗവാന്റെ ഭക്തരാണ്. അതുകൊണ്ട് അസുരരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെതിരെ ഉള്ളവർ അല്ലെങ്കിൽ വിശ്വാസമില്ലാത്തവർ, ഭഗവാന്റെ ആ ഒരു സ്ഥാനം പരമദൈവോത്തമ പുരുഷനാണ് എന്നുള്ളത് അംഗീകരിക്കാത്തവരാണ് അസുരന്മാർ. അവരെല്ലാവരും അസുരന്മാരുടെ ചിന്ത എന്താണ്? അവരാണ് എല്ലാത്തിൻ്റെയും ഉടമ, അല്ലെങ്കിൽ എല്ലാം അവർക്കുള്ളതാണ്, അവരുടെ എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളൊരു ചിന്തയാണ്. നല്ല ഉദാഹരണമാണ് ഹിരണ്യകശിപു, രാവണൻ എന്ന് പറയുന്നവരൊക്കെ, അല്ലേ? അവരൊക്കെ എന്താണ് ചെയ്തത്? ഭഗവാനെതിരെയായിരുന്നു അവരെല്ലാവരും. ഭഗവാന് ആ ഒരു പൊസിഷൻ ഉള്ളത് അവർക്ക് തീരെ സഹിക്കുന്നുണ്ടായിരുന്നില്ല, ഭഗവാനോട് അസൂയായിരുന്നു. അല്ലേ? അതാണ് അസുരന്മാരുടെ ലക്ഷണങ്ങൾ. ഇവിടെ അർജുനൻ ഭഗവാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടു, അല്ലേ? ഇതിനു മുമ്പുള്ള ശ്ലോകങ്ങളിൽ അർജുനോട് ഭഗവാൻ പറഞ്ഞു കൊടുത്തു, അതായത് നീ വെറും ഒരു ഉപകരണം മാത്രമാണ്. അതായത് ഇവിടെ എന്തൊക്കെ നടക്കണം, കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് ഓൾറെഡി തീരുമാനിച്ചു കഴിഞ്ഞു, എല്ലാം ഓൾറെഡി തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി ഒന്നും നടക്കാനില്ല, എല്ലാം നടന്നു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ നീ ഒരു ഉപകരണമായിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള രീതിയിലാണ് പറയുന്നത്. കാര്യം അർജുനൻ കാണുകയും ചെയ്തു, വിശ്വരൂപത്തിൽ കാണുന്നു എല്ലാവരും ഭഗവാന്റെ വായ്ക്കകത്തേക്ക് പോകുന്നതായിട്ട്. അതായത്
അവസാനിക്കുന്നു. പല ആളുകളും ആ യുദ്ധക്കളത്തിൽ മരിക്കുമെന്നുള്ളതിൻ്റെ ലക്ഷണങ്ങളെല്ലാം തന്നെ അർജുനൻ കണ്ടു കഴിഞ്ഞു ഓൾറെഡി. അർജുനന് മനസ്സിലായി. അർജുനൻ അതുകൊണ്ടാണ് ഇപ്പോൾ പ്രാർത്ഥനയോട് കൂടിയിട്ട് ഇപ്പോൾ ഭഗവാനോട് പറയുന്നത്. കാര്യം ഭഗവാനെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത് ഈ ശ്ലോകത്തിൽ. പിന്നെ വേറൊരു കാര്യം ശില പ്രഭുപാദി പറയുന്നു ഭാവാർത്ഥത്തിൽ. എന്താണെന്ന് വെച്ചാൽ ദേവന്മാരൊക്കെ അതായത് ഉപരിലോകങ്ങളിൽ നിന്ന് കാഴ്ചകൾ കണ്ടു, അല്ലെങ്കിൽ ഈ യുദ്ധക്കളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ കാണുന്നു. അവർക്കൊക്കെ ഭഗവാനും അർജുനും തമ്മിലൊരു കോൺവെർസേഷൻ കാണുമ്പോൾ അവർക്ക് ഒരുപാട് എക്സൈറ്റ്മെൻറ്റും ത്രില്ലുമായിരുന്നു. കാര്യം അവരൊക്കെ സുരന്മാരാണ്, ഭക്തരാണ്. അതുകൊണ്ട് നേരെ മറിച്ച് ഭക്തരല്ലാത്തവർ അല്ലെങ്കിൽ അസുരന്മാർ, അവർക്ക് തീരെ ഇതൊന്നും സഹിക്കാൻ പറ്റില്ല. ഭഗവാനെ സ്തുതിക്കുന്നതോ ഭഗവാനെക്കുറിച്ച് കേൾക്കുന്നതോ അവർക്ക് ഇഷ്ടമല്ല. എന്നാൽ ഭഗവാന്റെ ഭക്തരോ, അവർക്കാണെങ്കിൽ എപ്പോഴും സദാസമയം ഭഗവാനെക്കുറിച്ച് കേൾക്കുവാനും ഭഗവാന്റെ കാര്യങ്ങൾ, ഭഗവാനെ നേരിട്ട് കാണുവാനും ലീലകളിൽ പങ്കെടുക്കുവാനും അങ്ങനെ നാമം ജപിക്കുവാനും ഒക്കെ ആഗ്രഹിക്കുന്നു. അതാണ്. പിന്നെ വേറൊരു കാര്യം കൂടെ ശില പ്രഭുപാദി പറഞ്ഞത്, ഈ ഒരു ഭാവാർത്ഥം കൺക്ലൂഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഭക്തരുടെ കാര്യത്തിൽ ഭക്തർ എപ്പോഴും ഭഗവാനെ സ്തുതിക്കുന്നു. കാരണം എന്തൊക്കെ ഭഗവാൻ ചെയ്യുന്ന എന്ത് കാര്യമാണെങ്കിലും ഭഗവാൻ എന്ത് കാര്യം ചെയ്യുന്നുണ്ടോ അത് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും. അല്ലാതെ ആരെയും ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലോ എല്ലാവർക്കും നന്മ വരുന്ന കാര്യങ്ങൾ മാത്രമേ അദ്ദേഹം ചെയ്യുള്ളൂ. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു അത് പെർഫെക്റ്റാണ്. അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ എന്താണോ അതൊക്കെ പെർഫെക്റ്റാണ്. നമ്മുടെ പോലെയല്ല. നമ്മളാണെങ്കിൽ തീരുമാനിക്കുന്നു, ഒരുപാട് വലിയ പ്ലാനുകളൊക്കെ ഉണ്ടാക്കുന്നു, പക്ഷേ അതൊന്നും ഫുൾഫിൽ ചെയ്യാൻ സാധിക്കില്ല, അല്ലേ? അതിൻ്റെ പുറകിൽ നമ്മൾ ഓടും കുറേ കാലം, പക്ഷേ ഒന്നും നടക്കാൻ പോകുന്നില്ല. എന്നാൽ ഭഗവാൻ തീരുമാനിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്ലാൻ പെർഫെക്റ്റാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ ആക്ടിവിറ്റീസും പെർഫെക്റ്റാണ്. അതേപോലെ തന്നെ അദ്ദേഹം ചെയ്യുന്നതെല്ലാം തന്നെ, അദ്ദേഹം എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നു, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു, അതെല്ലാം എല്ലാവർക്കും ഗുണകരമായിട്ടുള്ള കാര്യമാണ്. ഇനി നമുക്കറിയാം, കുരുക്ഷേത്ര യുദ്ധത്തിൽ മരിക്കുന്ന ആളുകൾക്കൊക്കെ പറയുന്നു അവർക്കെല്ലാവർക്കും മുക്തി കിട്ടിയെന്ന്. അപ്പോൾ മുക്തി ലഭിക്കുവാൻ അർഹത ഇല്ലാത്തവർ പോലും അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഭഗവാന്റെ പ്രസൻസിൽ ശരീരം ഇട്ടതുകൊണ്ട് അവർക്കൊക്കെ മുക്തി കിട്ടി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ബെനിഫിറ്റ് ആയിരുന്നു ഈ കുരുക്ഷേത്ര യുദ്ധം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഗുണമായി. അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഗുണകരമായി മാറി. അപ്പോൾ ഈ യുദ്ധം പലവരും വിചാരിക്കുന്നു യുദ്ധം ചെയ്യിപ്പിച്ചു കൃഷ്ണൻ. യുദ്ധത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഭഗവാന്റെ ഒരു വാശിയായിരുന്നു യുദ്ധം ചെയ്യിപ്പിക്കണമെന്നുള്ളത്. അങ്ങനെയൊന്നുമല്ല അതിൻ്റെ സത്യം. ഈ യുദ്ധം നടക്കാതിരിക്കാൻ ഭഗവാൻ പല രീതിയിലും നോക്കിയിട്ടുണ്ട്. പിന്നെ യുദ്ധം നടക്കേണ്ടതായിട്ടോ അനിവാര്യമായപ്പോൾ അത് നടത്തുന്നു. കാര്യം അധർമ്മത്തെ ഇല്ലാതാക്കി ധർമ്മത്തെ പുനഃസ്ഥാപിക്കുന്നത് ഭഗവാന്റെ ഒരു കർത്തവ്യമാണ്. അദ്ദേഹം അവതാരങ്ങൾ എടുക്കുന്നത് ഇങ്ങനെയൊരു കാര്യം കൂടെ നടക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? അപ്പോൾ അത് തീർച്ചയായിട്ടും ചെയ്തേ പറ്റൂ. അതിന് ഉപകരണമാക്കി, അല്ലെങ്കിൽ അർജുനെ ഉപയോഗിച്ചുകൊണ്ട് പാണ്ഡവരെ കൊണ്ട് ഭഗവാൻ ഇത് ചെയ്യിപ്പിക്കുന്നു എന്ന് മാത്രം. എന്നാൽ ആ കൂട്ടത്തിൽ മറ്റുള്ളവർക്ക്, അവിടെ മരിക്കുന്നവർക്കും അല്ലെങ്കിൽ യുദ്ധത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഗുണകരമായിട്ടുള്ള ഒരു അവസാനം തന്നെയാണ് ഭഗവാൻ കൊടുത്തിട്ടുള്ളത്. ഈവൻ അവർ മരിക്കേണ്ടി വന്നു, അല്ലെങ്കിൽ ഭൗതിക ശരീരം വിടേണ്ടി വന്നു എന്നുണ്ടെങ്കിലും അവർക്ക് നന്മയേ ഉണ്ടായിട്ടുള്ളൂ, അവർക്ക് നല്ലതേ സംഭവിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം ചെയ്യുന്ന എല്ലാം തന്നെ ഗുണകരമായിരിക്കും. എന്നാൽ നിരീശ്വരവാദികൾക്കും അസുരന്മാർക്കും ഇതൊന്നും തിരിച്ചറിയാൻ പോലുള്ള കഴിവില്ല. അവർ നല്ലത് കാണുന്നില്ല. എല്ലാത്തിലുമുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവർക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അതങ്ങനെയാണ്. ഭഗവത്ഗീതയിൽ നമ്മളിനി പഠിക്കും. ഇനി 13ാമത്തെ അധ്യായം മുതൽ നമ്മൾ ഈ ഫിലോസഫിയൊക്കെ വീണ്ടും പഠിക്കും. മനോഹരമായിട്ടുള്ള സെക്ഷനാണത് കാര്യം നമ്മൾ ഭക്തിയോഗം പഠിച്ചതിന് ശേഷം ജ്ഞാനയോഗത്തെക്കുറിച്ച് ഭഗവാൻ പറയുന്നുണ്ട് 13ാമത്തെ ചാപ്റ്റർ മുതൽ അവസാനം വരെ. അതിൽ 13 കഴിഞ്ഞാൽ 14ാമത്തെ അധ്യായം, അതേപോലെ 16ാമത്തെ അധ്യായത്തിലൊക്കെ പറയുന്നത് എന്താണ്? ത്രിഗുണങ്ങളെക്കുറിച്ചാണ്. ത്രിഗുണങ്ങൾ എങ്ങനെ ആക്ട് ചെയ്യുന്നു അവിടെ വളരെ ക്ലിയറായിട്ട് ഭഗവാൻ പറയുന്നുണ്ട്. ആരാണ് സുരന്മാർ, ആരാണ് അസുരന്മാർ
എന്തുകൊണ്ടാണ്? അപ്പോൾ ഈ ഗുണങ്ങളുടെ, ഈ 3 ഗുണങ്ങളുടെ പ്രഭാവം കൊണ്ട് എങ്ങനെയായിരിക്കും? എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, അതായത് സത്വഗുണത്തിലുള്ളവരുടെ ഗതി ഇങ്ങനെയായിരിക്കും, തമോ ഗുണത്തിലും രജോ ഗുണത്തിലുള്ളവരുടെ ഗതി ഇങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ വളരെ ക്ലിയറായിട്ട് നമ്മൾ കാണും. ഭഗവാൻ പറയുന്നുണ്ട് ഇനി വരുന്ന സ്ഥലങ്ങളിൽ. കുറച്ചും കൂടെ ക്ലാരിറ്റിയോടുകൂടി നമുക്കിതെല്ലാം തത്വങ്ങൾ പഠിക്കാൻ സാധിക്കും. ഓക്കെ, അടുത്ത ശ്ലോകം 37. കസ്മാചതേന നമേരൻ മഹാത്മൻ കസ്മാചതേന നമേരൻ മഹാത്മൻ ഗരീയസേ ബ്രഹ്മണോപി ആദികർത്തേ അനന്തദേവേശ ജഗന്നിവാസ ത്വം അക്ഷരം സദ് അസത് തത്പരം യത്. ഓക്കെ, വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 37. കസ്മാച്ഛതേനേ നമരേൻ മഹാത്മൻ ഗരീയസേ ബ്രഹ്മണോഭ്യാദികർത്തേ അനന്തദേവേശ ജഗന്നിവാസ ത്വമക്ഷരം സത് തത്പരം യത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. കസ്മാച്ഛതേന നമരേൻ മഹാത്മൻ ഗരീയസേ ബ്രഹ്മണോപ്യാദികർത്രേ അനന്തദേവേശ ജഗന്നിവാസ ത്വമക്ഷരം സദസത്തത്പരം യത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. കസ്മാചതേന നമേരൻ മഹാത്മൻ ഗരീയസേ ബ്രഹ്മണോപ്യാദികർത്തേ അനന്തദേവേശ ജഗന്നിവാസ ത്വമക്ഷരം സദസത്തത്പരം യത്. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭുജി. കസ്മാചതേന നമേരൻ മഹാത്മൻ ഗരീയസേ ബ്രഹ്മണോപ്യാദികർത്രേ അനന്തദേവേശ ജഗന്നിവാസ ത്വമക്ഷരം സദസത്തത്പരം യത്. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. കസ്മാചതേന നമേരനൻ മഹാത്മൻ ഗരീയസേ ബ്രാഹ്മണോപ്യധികർത്രേ അനന്തദേവേശ ജഗന്നിവാസ ത്വമക്ഷരം സദസത്പരം യത്. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭുജി. കസ്മാചേതന നമേരൻ മഹാത്മൻ ഗരീയസേ ബ്രഹ്മണോപ്യാദികർത്രേ അനന്തദേവേശ ജഗന്നിവാസ ത്വമക്ഷരം സദസത്തത്പരം യത്. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു. ഹരേ കൃഷ്ണ പ്രഭുജി. കസ്മാച്ഛതേ നമേരൻ മഹാത്മൻ ഗരീയസേ ബ്രഹ്മണോപ്യാദികർത്തേ അനന്തദേവേശ ജഗന്നിവാസ ത്വമക്ഷരം സദസത്തത്പരം യത്. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭു. കസ്മാചതേന നമേരൻ മഹാത്മൻ ഗരീയസേ ബ്രഹ്മണോ അപ്യാദികർത്രേ അനന്തദേവേശ ജഗന്നിവാസ ത്വമക്ഷരം സദാ തത്പരം യത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 37. കസ്മാചതേന നമേരൻ മഹാത്മൻ ഗരീയസേ ബ്രാഹ്മണോപ്യാദികർത്രേ അനന്തദേവേശ ജഗന്നിവാസ ത്വമക്ഷരം സദസത്തത്പരം യത്. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു. സോ വിവർത്തനം വായിക്കട്ടെ പ്രഭുജി. വായിക്കൂ. വിവർത്തനം ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദിക്ക് ജയ്. ബ്രഹ്മാവിനേക്കാളും ശ്രേഷ്ഠനായ പുരുഷോത്തമ, അങ്ങാണല്ലോ ആദിമനായ സൃഷ്ടാവ്. എങ്കിലും എന്തുകൊണ്ട് അവർ ഭക്ത്യാദരപൂർവം അങ്ങയെ പ്രണമിക്കുന്നില്ല? അതിരില്ലാത്തവനും പ്രപഞ്ചത്തിന് ആശ്രയവുമായ ദേവാദിദേവ, അക്ഷയവും കാരണങ്ങൾക്ക് അകാരണവും ഭൗതിക പ്രകൃതിക്ക് ഉപരിയുമാണ് അങ്ങ്. ഭാവാർത്ഥം. ഇങ്ങനെ കീർത്തിക്കുന്നത് കൊണ്ട് എല്ലാവരാലും ആരാധ്യനാണ് കൃഷ്ണൻ എന്ന് അർജുനൻ സൂചിപ്പിക്കുന്നു. സർവ്വവ്യാപിയും ആത്മാക്കളുടെ ആത്മാവുമാണ് അദ്ദേഹം. മഹാമനസ്കതയെയും അപാരതയെയുമാണ് മഹാത്മാ എന്ന പേര് കുറിക്കുന്നത്. അനന്തൻ എന്ന വാക്ക് ഭഗവാന്റെ സ്വാധീനതയ്ക്കും ചൈതന്യത്തിനും കീഴ്പ്പെടാത്തതായി ഒന്നും തന്നെ ഇല്ലെന്നും ദേവേശൻ സർവ്വദേവന്മാരുടെ അധിപതിയും നിയന്താവുമാണ് കൃഷ്ണനെന്നും സ്പഷ്ടമാക്കുന്നു. പ്രപഞ്ചാവിഷ്കാരം തന്നെ അദ്ദേഹത്തെ ആശ്രയിച്ചാണ് സ്ഥിതി ചെയ്യുന്നത്.
പൂർണ്ണത നേടിയ സകല ജീവാത്മാക്കളും ശക്തരായ ദേവന്മാരുമെല്ലാം ഭഗവാൻ ആദരവോടെ പ്രണമിക്കേണ്ടത് തന്നെയെന്ന് അർജുനന് വിശ്വാസം ഉദിച്ചു. കൃഷ്ണനേക്കാൾ ശ്രേഷ്ഠനായിട്ട് ആരുണ്ട് വേറെ? സൃഷ്ടികർത്താവായ ബ്രഹ്മവും അദ്ദേഹത്തിന്റെ സൃഷ്ടിയാണല്ലോ. കൃഷ്ണന്റെ സമഗ്ര രൂപ വിസ്തരണമായ ഗർഭോദകശായി വിഷ്ണുവിന്റെ നാഭി പത്മത്തിലുളവായതാണ് ബ്രഹ്മാവ്. അതുകൊണ്ട് ബ്രഹ്മാവും ബ്രഹ്മാവിൽ നിന്ന് ജനിച്ച ശിവനും അദ്ദേഹത്തോടൊപ്പം മറ്റെല്ലാ ദേവഗണങ്ങളും കൃഷ്ണനെ പ്രണമിക്കേണ്ടവരത്രേ. ശിവനും ബ്രഹ്മാവും മറ്റുള്ള ദേവന്മാരും കൃഷ്ണനെ ആദരിക്കുന്നുവെന്ന് ഭാഗവതം പ്രസ്താവിക്കുന്നുണ്ട്. ഈ ശ്ലോകത്തിൽ അക്ഷരം എന്ന വാക്ക് സവിശേഷ ശ്രദ്ധയർഹിക്കുന്നു. ഈ ഭൗതിക സർഗം നശിച്ചു പോകുന്നതാണെങ്കിലും ഭഗവാൻ നശ്വരതയ്ക്ക് അതീതൻ എന്നത്രേ അത് ധ്വനിപ്പിക്കുന്നത്. കാരണങ്ങൾക്കും കാരണമായി അദ്ദേഹത്തിന് ഈ ഭൗതിക ലോകത്തിലെ ബദ്ധരായ ജീവാത്മാക്കളെക്കാളും ഈ ഭൗതിക ആവിർഭാവങ്ങളെക്കാൾ തന്നെയും ശ്രേഷ്ഠതയുണ്ട്. അതിനാൽ സർവോത്തമനാണ് അദ്ദേഹം. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു. താങ്ക് യു. ഹരേ കൃഷ്ണ. ഇവിടെ പറയുന്നു, അർജുനൻ ഭഗവാനെ സ്തുതിക്കുന്നു. അർജുനൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓ കൃഷ്ണ, അങ്ങ് എല്ലാവരും ആരാധിക്കുന്ന വ്യക്തിയാണ്. എല്ലാവരും ആരാധിക്കുന്ന, അല്ലെങ്കിൽ എല്ലാവർക്കും അങ്ങയോട് ബഹുമാനമുണ്ട്. എല്ലാവരും അങ്ങയെ ആരാധിക്കുന്നു. കാര്യം അങ്ങയുടെ പൊസിഷൻ അതാണ് എന്നുള്ളത് പറയുവാണ് അർജുനൻ ഇവിടെ. മഹാത്മാ എന്ന് അഭിസംബോധന ചെയ്യുന്നു കൃഷ്ണനെ. മഹാത്മാ എന്ന് പറഞ്ഞാൽ ഭഗവാൻ മഹാത്മാവ്, എല്ലാവരേക്കാൾ ഉയർന്ന സ്ഥാനത്തുള്ള വ്യക്തി. പിന്നെന്താണ് വിളിക്കുന്നത്? വേറെ ഭഗവാനെ സ്തുതിക്കുന്നു, ആദികർത്തേ. അതായത് അങ്ങാണ് ആദിദേവം, അല്ലെങ്കിൽ എല്ലാം സൃഷ്ടിച്ചിട്ടുള്ളത് അങ്ങാണ്. എല്ലാ സൃഷ്ടിയുടെയും ഉടമ അങ്ങ് തന്നെയാണ്. സർവകാരണമാണ് എന്നാണ് പറയുന്നത്. ആദി കർത്തേ. പിന്നെ പറയുന്നു ബ്രഹ്മാവിനേക്കാൾ വലിയ സ്ഥാനമാണെന്നുള്ളത് തീർച്ചയായിട്ടും നമുക്കറിയാവുന്ന കാര്യമാണ്. അങ്ങനെ പിന്നെ അനന്ത എന്ന് വിളിക്കുന്നു. അനന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും, അതായത് ഒരു ലിമിറ്റ് നമുക്ക് പറയാൻ സാധിക്കില്ല ഭഗവാന്റെ ഒരു കാര്യത്തിലും. ഭഗവാന്റെ ഭംഗിയാവട്ടെ, നമുക്ക് വർണ്ണിക്കുന്നതിനൊരു ലിമിറ്റുണ്ട്. അതിനപ്പുറത്താണ് ഭഗവാന്റെ സൗന്ദര്യം. ഭഗവാന്റെ ക്വാളിറ്റീസ് എടുക്കുവാണെങ്കിൽ നമ്മളെ കൊണ്ട് സാധിക്കില്ല. എന്തിനു പറയണം, അനന്തശേഷന് പോലും ഇതുവരെ സാധിച്ചിട്ടില്ല ഭഗവാന്റെ ക്വാളിറ്റികൾ. എത്ര ക്വാളിറ്റീസും അദ്ദേഹത്തിനെ സ്തുതിച്ച് ഇതുവരെ തീർന്നിട്ടില്ല. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ലീലകളെക്കുറിച്ച് പറയുകയാണെങ്കിലും അനന്തമാണ് എല്ലാം. അതുകൊണ്ട് ഭഗവാനുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളതെല്ലാം അനന്തമാണ്. ഒരു സാധാരണ ഒരു മനുഷ്യന് നിർവചിക്കാൻ സാധിക്കുന്നതല്ല, അതിനപ്പുറത്താണ്. അതുകൊണ്ട് അദ്ദേഹത്തെ അനന്തൻ എന്ന് വിളിക്കുന്നു. ദേവേശ എന്ന് പിന്നെ ഇവിടെ അഭിസംബോധന ചെയ്യുന്നു. എല്ലാ ദേവന്മാരുടെയും ദേവൻ, ആദിദേവം, ദേവേശ, ദേവന്മാരുടെ ഈശ. അതായത് മറ്റുള്ള ദേവന്മാരുടെയൊക്കെ ബോസ്, അല്ലെങ്കിൽ എല്ലാ ദേവന്മാരും ആരാധിക്കുന്ന വ്യക്തി, ദേവേശ. പിന്നെ എന്താണ് വിളിക്കുന്നത്? ജഗന്നിവാസ എന്ന് വിളിക്കുന്നു. ജഗന്നിവാസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബ്രഹ്മാണ്ടം, അല്ലെങ്കിൽ ഈ ഒരു ഭൗതിക ലോകത്തിലെ എല്ലാവരുടെയും ആശ്രയമാണ് അങ്ങ്. എല്ലാവരുടെയും ആശ്രയമാണ് അങ്ങ്. എല്ലാവരുടെയും ഷെൽട്ടറാണ് ഭഗവാൻ. ജഗന്നിവാസ. പിന്നെ അവസാനം അക്ഷരം എന്നും അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യുന്ന കൂട്ടത്തിൽ അർജുനൻ പറയുന്നുണ്ട്. അക്ഷരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുവാണെങ്കിൽ നശിക്കാത്തത് എന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്കറിയാം ഭഗവാൻ ഈ ലോകം നശിക്കുന്നു, ഭഗവാനാണ് അതിൻ്റെ ഈ ഒരു സംഹാരം ചെയ്യുന്നതും അദ്ദേഹം തന്നെയാണ്. എന്നാൽ ഭഗവാന് നാശമില്ല, അല്ലേ? അദ്ദേഹം പരമദിവ്യതമ പുരുഷനാണ്. പിന്നെ എന്താണ് ഒരു കാര്യം കൂടെ പറയുന്നത്? സത് അസത് പരം. അതായത് അങ്ങ് ഈ ഭൗതികമായിട്ടുള്ള എല്ലാത്തിൻ്റെയും മുകളിലാണ് അങ്ങ്. അതായത് അതീന്ദ്രിയ തലത്തിലാണ് അങ്ങുള്ളത് എന്നാണ് ഇവിടെ അർജുനൻ പറയുന്നത്. അപ്പോൾ പല സവിശേഷതകൾ ഇവിടെ എടുത്തു പറയുന്നു. പല രീതികളിൽ അർജുനൻ ഇവിടെ പല രീതിയിൽ ഭഗവാനെ പ്രകീർത്തിക്കുന്നു. മഹാത്മാ എന്ന് വിളിക്കുന്നു, ആദികർത്തേ എന്ന് വിളിക്കുന്നു, അനന്ത എന്ന് വിളിക്കുന്നു, ദേവേശ എന്ന് വിളിക്കുന്നു, ജഗന്നിവാസ എന്ന് വിളിക്കുന്നു, അങ്ങ് അക്ഷരം ആണെന്ന് വിളിക്കുന്നു. അതായത് അങ്ങ് നശിക്കുന്നതല്ല, അങ്ങേക്ക് നാശമില്ല. സാധാരണ ആളുകൾക്കും ലോകത്തിന് വരെ നാശമുണ്ട്, പക്ഷെ ഭഗവാൻ അതിനൊക്കെ ഉപരിയാണ്. സത് അസത് പരം പിന്നീട് പറയുന്നു.
അതീന്ദ്രിയ തലത്തിലാണ് അങ്ങുള്ളത്. മനോഹരമായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസാണ്, അല്ലെങ്കിൽ മനോഹരമായിട്ടാണ് അർജുനൻ ഭഗവാനെ ഇവിടെ സ്തുതിക്കുന്നത്. ശ്രീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ ഇതിനെക്കുറിച്ച് ഇതെല്ലാം വിശദീകരിക്കുന്നു. ഇപ്പോൾ മഹാത്മാ എന്ന് അർജുനൻ അഭിസംബോധന ചെയ്യുന്നതിനെക്കുറിച്ച് അവിടെ പറയുന്നു. കാര്യം ഭഗവാന്റെ അപ്പുറത്ത് ഭഗവാനെ പോലെ ആരുമില്ല, ഭഗവാനേക്കാൾ ഉയർന്നതായിട്ടും ആരുമില്ല. അദ്ദേഹത്തെ പോലെ കരുണ ഉള്ള കാരുണ്യവാനും വേറെയില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ മഹാത്മാ എന്ന് വിളിക്കുന്നു. 12 മഹാജനങ്ങളെ നമ്മൾ ഭാഗവത്തിൽ പറയുന്നുണ്ട്. എന്നാൽ അവരൊക്കെ ഭഗവാന്റെ സേവകരാണ്, അല്ലേ? അപ്പോൾ അവർ ഭഗവാന്റെ സേവകരാണ്. അപ്പോൾ ഭഗവാന്റെ പൊസിഷൻ എന്തായിരിക്കും? അപ്പോൾ ഏറ്റവും വലിയ മഹാത്മാ ഭഗവാൻ തന്നെയാണ്. പിന്നെ എല്ലാവരുടെയും ആശ്രയമാണ് അദ്ദേഹം. ദേവേശ, എല്ലാ ദേവന്മാരെയും നിയന്ത്രിക്കുന്നത്. എല്ലാ ദേവന്മാരും ഭഗവാൻ കൃഷ്ണൻ്റെ അധീനതയിലാണ്, അല്ലെങ്കിൽ കൺട്രോളിലാണുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കണം. ഒരു ദേവനും ഭഗവാനെ ആശ്രയിക്കാതെ, ഭഗവാന്റെ മഹാകാരുണ്യം ഇല്ലാതെ അവർക്ക് ഒന്നും പ്രവർത്തിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ ഇന്ദ്രനാവട്ടെ, ചന്ദ്രനാവട്ടെ, സൂര്യദേവനാവട്ടെ, അവരൊക്കെ തന്നെ ഭഗവാനെ പൂർണ്ണമായിട്ടും ആശ്രയിച്ചിരിക്കുന്നു. അവരെല്ലാവരെയും കൺട്രോൾ ചെയ്യുന്നത് ഭഗവാൻ തന്നെയാണ്, സംശയമൊന്നുമില്ല. അതേപോലെ തന്നെ എല്ലാവരുടെയും ആശ്രയം അദ്ദേഹം തന്നെയാണ് എല്ലാവരുടെയും ആശ്രയം. കാര്യം സകല സൃഷ്ടിയും ഭഗവാനെ ആശ്രയിച്ചിരിക്കുന്നു. അദ്ദേഹമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലുള്ള ദേവന്മാരുടെ കാര്യവും മറ്റുള്ള ജീവജാലങ്ങളുടെ കാര്യം പറയേണ്ട ആവശ്യമില്ല, അല്ലേ? അതാണ് സ്ഥാനം, ഭഗവാന്റെ ഒരു പൊസിഷൻ അതാണ്. അതുകൊണ്ട് അർജുനൻ പറയുന്നു, അതുകൊണ്ട് എല്ലാവരും തന്നെ അങ്ങേ ബഹുമാനിക്കുന്നു, അതേപോലെ ആരാധിക്കുന്നു. കാര്യം അങ്ങയുടെ പൊസിഷൻ അതാണ്. പിന്നീട് പറയുന്നു, ബ്രഹ്മാവിനേക്കാൾ ഉയർന്ന പൊസിഷനാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം, ബ്രഹ്മാവ് വരുന്നത് ഭഗവാന്റെ ഗർഭോദകസായ വിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്നാണ് ബ്രഹ്മാവിൻ്റെ ജന്മം. അതേപോലെ തന്നെ മഹാദേവനും അങ്ങനെ തന്നെ ഭഗവാന്റെ എക്സ്പാൻഷൻസാണ്. ബ്രഹ്മാവും ശിവനാണെങ്കിലും മറ്റുള്ള ദേവന്മാരാണെങ്കിലും അവരൊക്കെ ഭഗവാൻ തന്നെയാണ്, ഭഗവാനിൽ നിന്ന് വരുന്നവരാണ്, അല്ലെങ്കിൽ ഭഗവാന്റെ സൃഷ്ടിയാണ് എല്ലാവരും. ഭഗവാന്റെ സ്ഥാനം അതാണ്, കൃഷ്ണൻ്റെ സ്ഥാനം അതാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ഒരു പൊസിഷൻ വീണ്ടും അർജുനൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. കൃഷ്ണൻ സാധാരണ വ്യക്തിയല്ല. പിന്നെ ഒരു കാര്യം കൂടെ നമ്മൾ ഓർക്കണം, ഇവിടെ അർജുനൻ കാണുന്നത് കൃഷ്ണനെയാണ്, അതായത് കൃഷ്ണനാണ് വിശ്വരൂപം കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഉറപ്പാണ് ഭഗവാൻ കൃഷ്ണൻ പരമദിവ്യത്വം പുരുഷനാണ് എന്നുള്ളത്. അതും ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇതേപോലെ വേറെ ശ്ലോകങ്ങളിലും അർജുനൻ പ്രകീർത്തിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ വിശ്വരൂപം കണ്ടതിന് ശേഷം ഒന്നും കൂടെ അദ്ദേഹം അത് ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നു. ഓക്കെ, അടുത്ത ശ്ലോകം. ത്വമാദിദേവ പുരുഷാ പുരാണാസ് ത്വമസ്യ വിശ്വസ്യ പരം നിധാനം വേതാസി വേദ്യം ച പരം ച ധാമ ത്വയാ തതം വിശ്വമനന്തരൂപ. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. ത്വമാദിദേവ പുരുഷ പുരാണസ്ത്വമസ്യ വിശ്വസ്യ പരം നിധാനം വേത്താസി വേദ്യം ച പരം ച ധാമ ത്വയാ തദം വിശ്വമനന്തരൂപ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ത്വമാദിദേവ പുരുഷ പുരാണസ്ത്വമസ്യ വിശ്വസ്യ പരം നിധാനം വേത്താസി വേദ്യം ച പരം ച ധാമ ത്വയാ തദം വിശ്വമനന്തരൂപ. ഹരേ കൃഷ്ണ. ഓക്കെ, ഹരേ കൃഷ്ണ പ്രഭുജി. ത്വമാദിദേവ പുരുഷ പുരാണസ്ത്വമസ്യ വിശ്വസ്യ പരം നിധാനം വേത്താസി വേദ്യം ച പരം ച ധാമ ത്വയാ തതം വിശ്വമനന്തരൂപ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ത്വമാദിദേവ പുരുഷ പുരാണ ത്വമസ്യ വിശ്വസ്യ പരം ധാനം വേദാസി വേദം ച പരം ച ധാമ ത്വയാ തദം വിശ്വമനന്തരൂപ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ത്വമാദിദേവ പുരുഷ പുരാണ ത്വമസ്യ വിശ്വസ്യ പരം നിധാനം വേത്താസി വേദ്യം ച പരം ച ധാമ ത്വയാ തദം വിശ്വമനന്തരൂപ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ത്വമാദിദേവ പുരുഷ
പുരുഷപുരാണസ്ത്വമസ്യ വിശ്വസ്യ പരം നിധാനം വേത്താസി വേദ്യം ച പരം ച ധാമ ത്വയാ തതം വിശ്വമനന്തരൂപ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. ത്വമാദിദേവ പുരുഷ പുരാണ സ്തമസ്യ വിശ്വസ്യ പരം നിധാനം വേതാസി വേദ്യം ച പരം ച ധാമ ത്വയാ തതം വിശ്വമനന്തരൂപ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ത്വമാദിദേവ പുരുഷ പുരാണ ത്വമസ്യ വിശ്വസ്യ പരം നിധാനം വേതാസി വേദ്യം ച പരം ച ധാമ ത്വയാ തദം വിശ്വമനന്തരൂപ. ഹരേ കൃഷ്ണ താങ്ക് യു. ഓക്കെ, വിവർത്തനമായി പ്രഭുജി. വായിക്കൂ. ഹരേ കൃഷ്ണ. വിവർത്തനം. ആദിദേവനും പുരാണ പുരുഷനും പ്രപഞ്ച സൃഷ്ടിക്ക് ആധാരവും അങ്ങ് തന്നെ. അറിയേണ്ടവനും അറിയുന്നവനും അങ്ങ് തന്നെയാകുന്നു. ത്രിഗുണാതീതമായ അഭയസ്ഥാനം അങ്ങാണ്. ഹേ അനന്തരൂപ, ഈ ദൃശ്യപ്രപഞ്ചമെങ്ങും അങ്ങ് നിറഞ്ഞു നിൽക്കുകയാണ്. ഭാവാർത്ഥം. ശീലപ്രഭുവാജി. പരമദിവ്യോത്തമ പുരുഷനായ കൃഷ്ണനിലാണ് പ്രപഞ്ചമെല്ലാം വിശ്രമിക്കുന്നത്. അദ്ദേഹമാണ് ആത്യന്തികമായ അഭയസ്ഥാനം. നിദാനം എന്നതുകൊണ്ട് സർവ ആവിഷ്കാരങ്ങളും ബ്രഹ്മജ്യോതിസ് പോലും കൃഷ്ണനിൽ വിശ്രമിക്കുന്നുവെന്ന് സ്പഷ്ടം. ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്നതെന്തും അദ്ദേഹത്തിന് അറിയാം. അറിവിന് ഒരു അതിരുണ്ടെങ്കിൽ അതും അദ്ദേഹം തന്നെ. അതുകൊണ്ട് വേദ്യനും വേത്താവും അദ്ദേഹം തന്നെ. സർവവ്യാപിയാകയാൽ അറിയേണ്ടവനും ആധ്യാത്മിക ലോകത്തിന്റെയും കാരണഭൂതനാകയാൽ അതീന്ദ്രിയനും ആണ് അവിടുന്ന്. അതീന്ദ്രിയ ലോകത്തിലെ പ്രധാന പുരുഷനാണ് കൃഷ്ണൻ. ഹരേ കൃഷ്ണ. ശ്രീലപ്രഭുജി. താങ്ക് യു. ഹരേ കൃഷ്ണ. ഇവിടെ അർജുനൻ പറയുന്നു, കൃഷ്ണനെ അഭിസംബോധന ചെയ്യുന്നു. അതായത് എല്ലാവരുടെയും ആശ്രയമാണ് എന്നുള്ളത് അർജുനൻ ഒന്നുകൂടെ പറയുന്നു. ത്വം ആദിദേവ പുരുഷ പുരാണ. ആദിദേവം അജം വിഭും. അർജുനൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം ദിവ്യം ആദിദേവം അജം വിഭും. അവിടെയും ആദിദേവ എന്ന് വിളിക്കുന്നുണ്ട്. ഇവിടെ വീണ്ടും അർജുനൻ പറയുന്നു ത്വം ആദിദേവ, ഒറിജിനൽ, അതായത് അങ്ങ് ആണ് ആദിദേവം, എല്ലാത്തിൻ്റെയും തുടക്കം അങ്ങാണ്. പുരുഷ പുരാണ, അതായത് ഏറ്റവും ആദ്യത്തെ പുരുഷൻ അങ്ങാണ്. ത്വം അസ്യ വിശ്വസ്യ പരം നിധാനം. എല്ലാവരുടെയും ഈ വിശ്വം മുഴുവനും അങ്ങയെ ആശ്രയിക്കുന്നു, അങ്ങയെ ആശ്രയിച്ചിരിക്കുന്നു. അതിൻ്റെ വേറൊരു അർത്ഥമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ സംഹാരം നടക്കുന്ന സമയത്ത്, സംഹാരത്തിന് ശേഷം എല്ലാം തന്നെ ഭഗവാനെ ആശ്രയിക്കുന്നു, അല്ലെങ്കിൽ ഭഗവാനിലേക്ക് പോകുന്നു, അല്ലേ? നമുക്കറിയാം ഈ ഒരു കാര്യം. അതുകൊണ്ട് അങ്ങനെ ഒരു അർത്ഥം കൂടെ വരുന്നു. ത്വം അസ്യ വിശ്വസ്യ പരം നിധാനം. പിന്നെ വേതാസി വേദ്യം ച പരം ച ധാമ. അങ്ങ് എല്ലാം അറിയുന്ന വ്യക്തി അങ്ങാണ്. അതേപോലെ തന്നെ അറിയേണ്ടത് അങ്ങയെക്കുറിച്ച് തന്നെയാണ്. അറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി അറിവ് അല്ലെങ്കിൽ വിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങയെക്കുറിച്ച് അറിയുന്നതാണ് വിദ്യ അല്ലെങ്കിൽ അറിവ് എന്ന് പറയുന്നത്. അങ്ങേക്കാണെങ്കിൽ എല്ലാം അറിയാം. പരം ച ധാമ, എല്ലാവരുടെയും ആശ്രയമാണ് എന്ന് പറയുന്നു വീണ്ടും. പിന്നെ ത്വയാ തതം വിശ്വം അനന്തരൂപ, അങ്ങ് എല്ലായിടത്തും ഉണ്ട്. അങ്ങേക്ക് അനന്തമായിട്ടുള്ള അനന്ത രൂപങ്ങളുണ്ട്. അതേപോലെ അങ്ങ് പരമാത്മാവായിട്ട് എല്ലായിടത്തും ഉണ്ട്, വിശ്വം മുഴുവനും ഉണ്ട് എന്ന് പറയുന്നു ഇവിടെ അർജുനൻ. വീണ്ടും ഭഗവാനെ പ്രകീർത്തിക്കുകയാണ് ചെയ്യുന്നത്. ശിലപ്രഭുജി അതേ കാര്യം തന്നെ ഇപ്പം നമ്മൾ പറഞ്ഞതെല്ലാം ഭാവാർത്ഥത്തിൽ നിന്ന് പറഞ്ഞതാണ്. നിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മജ്യോതി വരെ ഭഗവാനെ ആശ്രയിക്കുന്നു, അല്ലെങ്കിൽ ഭഗവാനിലാണ് കുടികൊള്ളുന്നത്, ഭഗവാനിൽ നിന്നാണ് വരുന്നത്. അതാണ് ഭഗവാന്റെ പൊസിഷനാണ് വീണ്ടും അർജുനൻ എടുത്തു പറയുന്നത്. അതീന്ദ്രിയ തലത്തിലാണ്, അതീന്ദ്രിയ ലോകത്തിലാണ്, എല്ലാം അദ്ദേഹത്തെ ആശ്രയിച്ചിരിക്കുന്നു. സർവ്വതിൻ്റെയും പരമമായിട്ടുള്ള ആശ്രയം ഭഗവാനാണ്, കൃഷ്ണനാണ് എന്ന് ഇവിടെ ഈ ശ്ലോകത്തിൽ പറയുന്നു. ഓക്കെ, അടുത്ത ശ്ലോകം 39. വായുര്യമോഗ്നിർവരുണ ശശാങ്കഃ
പ്രജാപതിസ്ത്വം പരിതാമഹശ്ച നമോ നമസ്തേസ്തു സഹസ്രകൃത്വാ പുനശ്ച ഭൂയോപി നമോ നമസ്തേ. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. വായുർയമോഗ്നിർവരുണ ശശാങ്കഃ പ്രജാപതിസ്ത്വം പ്രപിതാമഹശ്ച നമോ നമസ്തേസ്തു സഹസ്രകൃത്വഃ പുനശ്ച ഭൂയോപി നമോ നമസ്തേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വായുർയമോഗ്നിർവരുണഃ ശശാങ്കഃ പ്രജാപതിസ്ത്വം പ്രപിതാമഹശ്ച നമോ നമസ്തേസ്തു സഹസ്രകൃത്വാः പുനശ്ച ഭൂയോപി നമോ നമസ്തേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വായുർയമോഗ്നിർവരുണഃ ശശാങ്കഃ പ്രജാപതിസ്ത്വം പ്രപിതാമഹശ്ച നമോ നമസ്തേസ്തു സഹസ്രകൃത്വാ പുനശ്ച ഭൂയോപി നമോ നമസ്തേ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. വായുർയമോഗ്നിർവരുണഃ ശശാങ്കഃ പ്രജാപതിസ്ത്വം പ്രപിതാമഹശ്ച നമോ നമസ്തേസ്തു സഹസ്രകൃത്വാ പുനശ്ച ഭൂയോപി നമോ നമസ്തേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വായുർയമോഗ്നിർവരുണഃ ശശാങ്കഃ പ്രജാപതിസ്ത്വം പ്രപിതാമഹശ്ച നമോ നമസ്തേസ്തു സഹസ്രകൃത്വാः പുനശ്ച ഭൂയോപി നമോ നമസ്തേ. ഹരേ കൃഷ്ണ ഹരേ പ്രഭുജി. കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. വായുർയമോഗ്നിർവരുണ ശശാങ്ക പ്രജാപതിസ്ത്വം പ്രപിതാമഹശ്ച നമോ നമസ്തേസ്തു സഹസ്രകൃത്വാ പുനശ്ച ഭൂയോപി നമോ നമസ്തേ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വായുർയമോഗ്നിർവരുണഃ ശശാങ്ക പ്രജാപതിസ്ത്വം പ്രപിതാമഹശ്ച നമോ നമസ്തേസ്തു സഹസ്രകൃത്വാ പുനശ്ച ഭൂയോപി നമോ നമസ്തേ. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വായുർയമോഗ്നിർവരുണ ശശാങ്ക പ്രജാപതിസ്ത്വം പ്രപിതാമഹശ്ച നമോ നമസ്തേസ്തു സഹസ്രകൃത്വാ പുനശ്ച ഭൂയോപി നമോ നമസ്തേ. ഹരേ കൃഷ്ണ. ഓക്കെ, വിവർത്തനം ഭാവാർത്ഥം. ഹരേ കൃഷ്ണ. മാതാജി. മാതാജി വായിച്ചോളൂ. മാതാജി. രജനി മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വിവർത്തന ഭാവാർത്ഥമായി ശ്രീല പ്രഭുപാദ് കി ജയ്. വായുവും പരമദീപവും യമനും അഗ്നിയും വരുണനും ചന്ദ്രനും പ്രജാപതിയും പ്രപിതാമഹനും അങ്ങ് തന്നെ. 1000 തവണയും അതിലേറെയും പ്രണാമങ്ങൾ ഞാൻ അങ്ങേക്ക് അർപ്പിച്ചുകൊള്ളുന്നു. ഭാവാർത്ഥം. ഹരേ കൃഷ്ണ. ഭഗവാനെ വായുവെന്ന് സംബോധന ചെയ്യുമ്പോൾ കാരണം വായു സർവവ്യാപി എന്ന നിലയിൽ എല്ലാ ദേവന്മാരുടെയും പ്രതിനിധിയായതിനാലാണ്. പ്രപഞ്ച സ്വർഗത്തിലെ ആദ്യ ജീവാത്മാവായ ബ്രഹ്മാവിന്റെയും പിതാവാണ് കൃഷ്ണൻ എന്നതിനാൽ പ്രപിതാമഹൻ എന്നും സംബോധന ചെയ്യുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. താങ്ക് യു. 39ാമത്തെ ശ്ലോകം 40ാമത്തെ ശ്ലോകത്തിലും അർജുനൻ ആക്ച്വലി നമസ്കരിക്കുകയാണ് ചെയ്യുന്നത്. ഭഗവാന്റെ മുമ്പിൽ അർജുനൻ നമസ്കരിക്കുന്നു. അപ്പോൾ ഇത്രയും നേരം അദ്ദേഹം സ്തുതിച്ചു. ഇനി സ്തുതി കഴിഞ്ഞു. ഇനി അദ്ദേഹം ദണ്ഡവത് പ്രണാമം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് അദ്ദേഹം പറയുന്നത്. 1000 കോടാനുകോടി നമസ്കാരം അങ്ങേക്ക് എന്ന് പറയുന്നു. ആയിരക്കണക്കിന് നമസ്കാരം ചെയ്യുന്നു അർജുനൻ. ഇവിടെ ഭഗവാനെ വായു, അതേപോലെ യമ, അഗ്നി, വരുണ, ശശാങ്ക, പ്രജാപതി, അതായത് ബ്രഹ്മ, അങ്ങനെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. ഇവിടെ പ്രപിതാമഹ എന്നും പിതാമഹ എന്നും വിളിക്കുന്നുണ്ട്. അപ്പോൾ ശീലപ്രഭാജി ഭാവാർത്ഥത്തിൽ പറയുന്നു, വായു എന്ന് ഇവിടെ എടുത്തു പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ വായു നമുക്കറിയാം എല്ലായിടത്തും പടർന്ന് ഇരിക്കുന്നു, അല്ലെങ്കിൽ എല്ലായിടത്തും ഉണ്ട്. അതുകൊണ്ട് അതേപോലെ ഭഗവാൻ നമുക്കറിയാം ഈ ഓരോ ചരാചരങ്ങളിലും അദ്ദേഹമുണ്ട്. അപ്പോൾ ആ ഒരു പ്രസൻസ് കാണിക്കുവാൻ വേണ്ടിയിട്ട് അദ്ദേഹം കാര്യം വായുവാണ് ഇതിൽ വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലായിടത്തും ഉള്ള ഒരു എലമെൻറ്റ്. അതുകൊണ്ട് മറ്റുള്ള ദേവന്മാരെ റെപ്രസെൻ്റ് ചെയ്യുന്നു വായു. അതുകൊണ്ട് വായു എന്നുള്ളത് എടുത്തു പറയുന്നു.
പിന്നെ അതേപോലെ തന്നെ യമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നിയന്ത്രിക്കുന്ന കൺട്രോളർ. പിന്നെ അഗ്നി, വരുണ, ശശാങ്ക, ചന്ദ്രൻ, പ്രജാപതി, ബ്രഹ്മാവ്. പിന്നെ ബ്രഹ്മാവിനെ വിളിക്കുന്നു, ഭഗവാനെ വിളിക്കുന്നു പിതാമഹ എന്ന് വിളിക്കുന്നുണ്ട്. കാര്യം ബ്രഹ്മാവ് വന്നിട്ടുള്ളതും ഭഗവാനിൽ നിന്നാണ്. അങ്ങനെ അർജുനൻ ഇവിടെ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് പ്രണാമം അർപ്പിക്കുകയാണ് ചെയ്യുന്നത്. വീണ്ടും വീണ്ടും ആയിരക്കണക്കിന് ഞാൻ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു എന്നാണ് അർജുനൻ പറയുന്നത്. അടുത്ത ശ്ലോകം അതേപോലെ തന്നെ 40-ാമത്തെ ശ്ലോകത്തിലും അർജുനൻ പ്രണാമം സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. നോക്കിക്കോളൂ. അപ്പോൾ ഈ ഒരു ശ്ലോകത്തിൽ 39 നോക്കൂ. നമോ നമസ്തേ എന്ന് നമ്മൾ 3-ാമത്തെ വരിയിൽ കണ്ടു. നമോ നമസ്തേസ്തു സഹസ്രകൃത്വ 1000 പ്രാവശ്യം. പിന്നെ വീണ്ടും പുനശ്ച ഭൂയോപി നമോ നമസ്തേ, വീണ്ടും വീണ്ടും അദ്ദേഹം റിപ്പീറ്റഡ്ലി നമസ്കരിക്കുന്നു. 40-ാമത്തെ ശ്ലോകത്തിൽ നോക്കാം. തുടക്കം തന്നെ നമ പുരുഷാത് നമ പുരസ്താത് അഥ പൃഷ്ഠതസ്തേ നമോസ്തുതേ സർവത ഏവ സർവ അനന്തവീര്യാമിത വിക്രമസ്ത്വം സർവം സമാപ്നോഷി തതോസി സർവഃ. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. നമ പുരുസ്താധ പൃഷ്ഠതസ്തേ നമോസ്തു തേ സർവത ഏവ സർവ അനന്തവീര്യാമിത വിക്രമസ്ത്വം സർവം സമാപ്നോഷി തതോസി സർവഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. നമ പുരുസ്താദഥ പൃഷ്ഠതസ്തേ നമോസ്തു തേ സർവത ഏവ സർവ അനന്തവീര്യാമിത വിക്രമസ്ത്വം സർവം സമാപ്നോഷി തതോസി സർവഃ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. നമ പുരുസ്താദത പൃഷ്ഠതസ്തേ നമോസ്തു തേ സർവത ഏവ സർവ അനന്തവീര്യാമിത വിക്രമസ്ത്വം സർവം സമാപ്നോഷി തതോസി സർവഃ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. നമ പുരുസ്താദ പൃഷ്ഠതസ്തേ നമോസ്തു തേ സർവദ ഏവ സർവ അനന്തവീര്യാമിത വിക്രമസ്ത്വം സർവം സമാപ്നോഷി തതോസി സർവഃ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരി നമഃ പുരസ്താദത പൃഷ്ഠതസ്തേ നമോസ്തു തേ സർവദ ഏവ സർവ അനന്തവീര്യാമിത വിക്രമസ്ത്വം സർവം സമാപ്നോഷി തതോസി സർവഃ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. നമ പുരാസ്തദാ പൃഷ്ഠതസ്തേ നമോസ്തു തേ സർവദ ഏവ സർവ അനന്തവീര്യാമിത വിക്രമസ്ത്വം സർവം സമാപ്നോഷി തതോസി സർവഃ. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു. ഓക്കെ, വിവർത്തനം ഭാവാർത്ഥം പ്രഭുജി വായിച്ചോളൂ. വിവർത്തനം ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ് കി ജയ്. മുന്നിൽ നിന്നും പിന്നിൽ നിന്നും എല്ലാ ഭാഗത്തു നിന്നും ഞാൻ അങ്ങയെ പ്രണമിക്കട്ടെ. അതിരറ്റ ശക്തിമാനെ, അങ്ങ് നിസീമമായ പൂണ്ട അർജുനൻ അദ്ദേഹത്തെ വീണ്ടും വീണ്ടും നമിക്കുന്നു. ഭഗവാൻ എല്ലാ ശക്തികളുടെയും കേന്ദ്രവും യുദ്ധരംഗത്ത് നിരന്നു നിൽക്കുന്ന പോരാളികളിൽ സർവശ്രേഷ്ഠനും പരാക്രമിയുമാകുന്നുവെന്ന് അർജുനൻ അംഗീകരിക്കുന്നു. വിഷ്ണു പുരാണത്തിൽ പറയുന്നു 1:9-69. യോയം തവാഗതോ ദേവ സമീപം ദേവതാഗണഃ സത്വമേവ ജഗൽശ്രേഷ്ഠ യത സർവഗതോ ഭവാൻ. ഹേ ഭഗവാൻ, അങ്ങയുടെ തിരുമുമ്പിൽ ആര് വന്നിരുന്നാലും അവരുടെയൊക്കെ സ്രഷ്ടാവാണ് അങ്ങ്. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു. അർജുനൻ പറയുന്നു, മുമ്പിൽ നിന്നും പുറകിൽ നിന്നും സൈഡിൽ നിന്നും എല്ലായിടത്തു നിന്നും ഞാൻ നമസ്കരിക്കുന്നു. അർജുനൻ ശരിക്കും അദ്ദേഹത്തിന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയായി. വിശ്വരൂപം കൂടെ കണ്ടപ്പോൾ പിന്നെ കഴിഞ്ഞു. അർജുനൻ അതാണ് പറയുന്നത്, മുമ്പിൽ നിന്നും പുറകിൽ നിന്നും വലത്തുനിന്നും ഇടത്തുനിന്നും എല്ലാ ഭാഗത്തുനിന്നും ഞാൻ നമസ്കരിക്കുന്നു. ഓ ഭഗവാനെ, അങ്ങ് എല്ലാത്തിൻ്റെയും, അങ്ങ് പരമദിവ്യ പുരുഷനാണ്, എല്ലാത്തിൻ്റെയും കാരണം അദ്ദേഹം അങ്ങാണ്, കാരണമാണ്. എല്ലാ ദേവന്മാരും എല്ലാവരും തന്നെ അങ്ങയിൽ നിന്നാണ് വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമസ്കരിക്കുന്നു വീണ്ടും അർജുനൻ. ശീല പ്രഭുപാദജി ഭാവാർത്ഥത്തിൽ
വിഷ്ണു പുരാണത്തിൽ നിന്നൊരു ശ്ലോകം ഇവിടെ കോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ശ്ലോകത്തിൻ്റെ അർത്ഥം ശിലപ്രഭാജി പറയുന്നുണ്ട്. എല്ലാ ദേവന്മാരും വരുന്നത് ഭഗവാനിൽ നിന്ന് തന്നെയാണ്. ഭഗവാൻ തന്നെയാണ് സൃഷ്ടിക്കുന്നത് ദേവന്മാരെ എല്ലാവരെയും. അതുകൊണ്ട് അദ്ദേഹത്തെ നമുക്ക് ആദിദേവമെന്ന് വിളിക്കാം. അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും കാരണമാണ് ഭഗവാൻ കൃഷ്ണൻ. അങ്ങനെ പറഞ്ഞുകൊണ്ട് അർജുനൻ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു. ഇനി അർജുനൻ എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഇനി 41-ാമത്തെ ശ്ലോകം മുതൽ 41, 42, 43, 44 4 ശ്ലോകങ്ങളിലായിട്ട് അർജുനൻ ക്ഷമ ചോദിക്കുകയാണ്. ക്ഷമിക്കൂ കൃഷ്ണ, ഓ ഭഗവാനെ ക്ഷമ ചോദിക്കുന്നു. എന്താണ് നോക്കാം. സഖേതി മത്വാ പ്രസഭം യദുക്തം ഹേ കൃഷ്ണ ഹേ യാദവ ഹേ സഖേതി അജാനതാമഹിമാനം തവേദം മയാ പ്രമാദത് പ്രണയേന വാപി യച്ഛാവഹാസാരതമസത്കൃതോസി വിഹാര ശയ്യാസനഭോജനേഷു ഏകോ തവാപി അച്യുത തത്സമക്ഷം തം ക്ഷാമയേ ത്വാം അഹം അപ്രമേയം. ഹരേ കൃഷ്ണ. സഖേതി മത്വാ പ്രസവം യദുക്തം ഹേ കൃഷ്ണ ഹേ യാദവ ഹേ സഖേതി അജാനതാ മഹീമാനം തവേദം മയാ പ്രമാദാത് പ്രണയേന വാപി. ശ്ലോകം 42. യച്ഛാവഹാസാർത്ഥമസത്കൃതോസി വിഹാരശയ്യാസന ഭോജനേഷു ഏകോത്യവാപ്യുച്യുത സത്സമക്ഷം തച്ഛാമയേ ത്വമഹമപ്രമേയം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. സഖേതി മത്വാ പ്രസഭം യദുക്തം ഹേ കൃഷ്ണ ഹേ യാദവ ഹേ സഖേതി അജാനതാ മഹിമാനം തവേദം മയാ പ്രമാദാത് പ്രണയേന വാപി യച്ഛാവഹാസാർത്ഥമസത്കൃതോസി വിഹാരശയ്യാസന ഭോജനേഷു ഏകോതവാപ്യച്യുത തത്സമക്ഷം തത്ക്ഷാമയേ ത്വാമഹമപ്രമേയം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. സഖേതി മത്വാ പ്രസഭം യദുക്തം ഹേ കൃഷ്ണ ഹേ യാദവ ഹേ സഖേതി അജാനതാ മഹീമാനം തവേദം മയാ പ്രമാദാത് പ്രണയേന വാപി യച്ഛാവഹാസാർത്ഥമസത്കൃതോസി വിഹാരശയ്യാസനഭോജനേഷു ഏകോതവാപ്യാച്യുതതൽസമക്ഷം തച്ഛാമയേ ത്വാമഹമപ്രമേയം. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. സഖേതി മത്വാ പ്രസഭം യദുക്തം ഹേ കൃഷ്ണ ഹേ യാദവ ഹേ സഖേതി അജാനതാ മഹിമാനം തവേദം മയാ പ്രമാദാത് പ്രണയേന വാപി യച്ഛാവഹാസാർത്ഥമസത്കൃതോസി വിഹാരശയ്യാസന ഭോജനേഷു ഏകോധവാപ്യച്യുത തൽസമക്ഷം തക്ഷാമയേ ത്വാമഹമപ്രമേയം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. സഖേതി മത്വാ പ്രസഭം യദുക്തം ഹേ കൃഷ്ണ ഹേ യാദവ ഹേ സഖേതി അജാനതാ മഹിമാനം തവേദം മയാ പ്രമാദാത് പ്രണയേന വാപി. ശ്ലോകം 42. ഹരേ കൃഷ്ണ. യച്ഛാവഹാസാർത്ഥമസത്കൃതോസി വിഹാരശയ്യാസന ഭോജനേഷു ഏകോധവാപ്യുച്യുത തത്സമക്ഷം തച്ഛാമയേ ത്വാമഹമപ്രമേയം. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. സഖേതി മത്വാ പ്രസവം യദുക്തം ഹേ കൃഷ്ണ ഹേ യാദവ ഹേ സഖേതി അജാനതാ മഹിമാനം തവേദം മയാ പ്രമാദാത് പ്രണയേന വ്യാപി. ശ്ലോകം 42. യച്ഛാവഹാസാർത്ഥമസത്കൃതോസി വിഹാരശയ്യാസന ഭോജനേഷു ഏകോദവാപ്യാച്യുത തൽസമക്ഷം തച്ഛാമയേ ത്വാമഹമപ്രമേയം.
ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അങ്ങയുടെ വായിക്കട്ടെ പ്രഭു. ഓക്കെ, വായിക്കൂ. ഹരേ കൃഷ്ണ. വർത്തനം. അങ്ങയുടെ മഹത്വം എന്തെന്നറിയാതെ സുഹൃത്തെന്ന് മാത്രം കരുതി ഹേ കൃഷ്ണ, ഹേ യാദവ, ചങ്ങാതി എന്നെല്ലാം ഞാൻ അങ്ങയെ സ്നേഹത്തിലോ സംഭ്രാന്തിയിലോ വിളിച്ചു പോന്നു. നാം തനിച്ചായിരിക്കുമ്പോഴും മറ്റുള്ളവർക്കിടയിലായിരിക്കുമ്പോഴും വിനോദിക്കുകയോ ഇരിക്കുകയോ ഒരേ കിടക്കയിൽ കിടക്കുകയോ ആഹാരം കഴിക്കുകയോ ചെയ്യുന്ന അവസരങ്ങളിലും പലപ്പോഴും അങ്ങയെ വേണ്ടത്ര മാനിക്കാതെ അപഹസിച്ചിട്ടുണ്ട്. അച്യുത, അങ്ങനെ പറ്റിപ്പോയ പിഴകൾക്കെല്ലാം അങ്ങയോട് ഞാനിതാ മാപ്പ് ചോദിക്കുന്നു. ഭാവാർത്ഥം ബൈ ഹിസ് ഗ്രേസ് ഡിവൈൻ ഗ്രേസ് എ.സി. ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ്, ശ്രീല പ്രഭുപാദ് കി ജയ്. ഇപ്പോൾ തന്റെ വിശ്വരൂപത്തിലാണ് കൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. എങ്കിലും ഭഗവാനുമായി തനിക്കുള്ള മൈത്രി ബന്ധത്തെ അർജുനൻ സ്മരിക്കുകയാണ്. ആ ബന്ധത്തിന് ചേരുന്ന അനൗപചാരികങ്ങളായ പെരുമാറ്റങ്ങൾ തന്നിൽ നിന്ന് പലപ്പോഴും ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലാക്കി അദ്ദേഹം ആ തെറ്റുകൾ ക്ഷമിക്കണമെന്ന് കൃഷ്ണനോട് അപേക്ഷിക്കുന്നു. ആത്മസുഹൃത്തായ കൃഷ്ണൻ പ്രസ്താവിച്ചിട്ട് പോലും ഇങ്ങനെ വിശ്വാത്മകമായ ഒരാകൃതി കൈക്കൊള്ളാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് അർജുനൻ വിശ്വസിച്ചില്ല. എത്ര തവണയാണ് അദ്ദേഹത്തിന്റെ ഐശ്വര്യങ്ങളെ അറിയാതെ ഹേ കൃഷ്ണ, യാദവ, ചങ്ങാതി എന്നിങ്ങനെ വിളിച്ച് ഭഗവാനെ താൻ അപമാനിച്ചിട്ടുള്ളതെന്ന് കൂടി അദ്ദേഹം ഓർക്കുന്നില്ല. എങ്കിലും അത്രയേറെ വിഭൂതികൾക്ക് അധിപതിയായ കൃഷ്ണൻ കരുണാനിധിയാകയാൽ അർജുനനെ സുഹൃത്തായി തന്നെ കരുതി പെരുമാറിപ്പോന്നു. അതാണ് ഭക്തനും ഭഗവാനും തമ്മിലുള്ള ദിവ്യമായ പരസ്പര പ്രേമബന്ധം. ജീവാത്മാവിന് കൃഷ്ണനോടുള്ള ബന്ധം സനാതനമാണ്. അത് മറക്കാനാവാത്തതാണെന്ന് അർജുനന്റെ പെരുമാറ്റത്തിൽ നിന്ന് വ്യക്തമാകുന്നു. വിശ്വരൂപത്തിന്റെ വിഭൂതി പൗഷ്കല്യം കണ്ടിട്ടും കൃഷ്ണനോടുള്ള മൈത്രി ബന്ധം വിസ്മരിക്കുവാൻ കഴിയുന്നില്ല. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു. അർജുനൻ പറയുന്നു, എന്നോട് ക്ഷമിക്കണം. ഞാൻ പല പ്രാവശ്യം ഞാൻ കൃഷ്ണ, യാദവ, ഓ സുഹൃത്തെ, കൂട്ടുകാരാ എന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. പരമദിവ്യോത്തമ പുരുഷനാണ് എന്ന് എനിക്ക് അറിയാമായിരുന്നെങ്കിൽ ഞാനിതൊന്നും ചെയ്യില്ലായിരുന്നു എന്നുള്ള ഭാവത്തിലാണ് അർജുനൻ പറയുന്നത്. എൻ്റെ ഒരു സുഹൃത്താണ് എന്നുള്ള രീതിയിലാണ് ഞാൻ സുഹൃത്തിനെ പോലെയാണ് കണ്ടിട്ടുള്ളൂ. പക്ഷെ അങ്ങ് പരമദിവ്യോത്തമ പുരുഷനാണ് എന്നുള്ളത് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം. എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ വന്നിട്ടുള്ള തെറ്റുകൾക്കും വിഡ്ഢിത്തരങ്ങൾക്കൊക്കെ ഞാൻ ക്ഷമ ചോദിക്കുന്നു. എന്നോട് ക്ഷമിക്കണമെന്ന് വീണ്ടും വീണ്ടും എടുത്തു പറയുന്നു അർജുനൻ. പല സമയങ്ങളിൽ നമ്മൾ തമാശയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കങ്ങൾ ചെയ്യാറുണ്ട്. ചിലപ്പോൾ കളിയാക്കാറുണ്ട്. ചിലപ്പോൾ നമ്മൾ ഒരുമിച്ചിരുന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, ഒരുമിച്ച് ഒരു കിടക്കയിൽ ചിലപ്പോൾ കിടക്കുന്നു. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങയെ അപമാനിച്ചു ഒരുപാട്. അതുകൊണ്ട് എൻ്റെ ഈ തെറ്റായിട്ടുള്ള പ്രവൃത്തികൾക്ക് ഞാൻ ക്ഷമ ചോദിക്കുന്നു കൃഷ്ണ, ഭഗവാനെ എന്ന് വിളിച്ചിട്ടാണ് അർജുനൻ ഇവിടെ പ്രാർത്ഥിക്കുന്നത്. ഭഗവാനോട് പറയുന്നത്, ക്ഷമ ചോദിക്കുകയാണ് ചെയ്യുന്നത്. ഭഗവാൻ ശിലപ്രഭുജി ഭാവാർത്ഥത്തിൽ ഈ കാര്യം എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നു. കൂട്ടത്തിൽ ഒരു കാര്യം എടുത്തു പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, കൃഷ്ണൻ പരമദിവ്യോത്തമ പുരുഷനാണെങ്കിൽ പോലും അദ്ദേഹം അർജുനൻ്റെ സുഹൃത്തായിട്ട് അദ്ദേഹം വളരെ നല്ല രീതിയിൽ തന്നെ അർജുനനും ഭഗവാനും തമ്മിലുള്ള റിലേഷൻ അങ്ങനെയായിരുന്നു, സുഹൃത്ത് ബന്ധമായിരുന്നു. അതാണ് ഭഗവാന്റെ മഹാകാരുണ്യം എന്ന് ശിലപ്രഭുജി എടുത്തു പറയുന്നു. പരമദിവ്യോത്തമ പുരുഷനായിട്ടും അദ്ദേഹം ആ റോൾ എടുക്കുന്നു. എന്തിനു പറയണം, സുഹൃത്തായി എന്നുള്ളതിൻ്റെ അപ്പുറത്ത് അർജുനൻ്റെ തേരാളിയായി മാറുന്നു. അപ്പോൾ ആ ഒരു പൊസിഷൻ എടുക്കണേ, അതായത് ഒരു സെർവൻറ്റിൻ്റെ പൊസിഷൻ പോലും എടുക്കാൻ ഭഗവാൻ തയ്യാറാണ് ഭക്തർക്ക് വേണ്ടി. ഭക്തരോടുള്ള സ്നേഹം അങ്ങനെയാണ്. ഭഗവാന്റെ സ്നേഹം അതികാരുണ്യവാനാണ് ഭഗവാൻ കൃഷ്ണൻ. അതാണ് ഭക്തരും ഭഗവാനും തമ്മിലുള്ള റിലേഷൻ. ആ ഒരു സ്നേഹബന്ധം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അതൊരിക്കലും നശിക്കില്ല, അത് എല്ലായ്പ്പോഴും അത് നിലനിൽക്കുന്നു. അപ്പോൾ ഈ വിശ്വരൂപമൊക്കെ കണ്ടിട്ടും അർജുനൻ്റെ ഹൃദയത്തിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് പോയിട്ടില്ല. എന്നാൽ അതേ സമയത്ത് അദ്ദേഹത്തിന് ആ ഒരു ഐശ്വര്യഭാവം വരുന്നു. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, അർജുനനും കൃഷ്ണനും ഗോലോക വൃന്ദാവനത്തിൽ അല്ലെങ്കിൽ വൈകുണ്ഠത്തിൽ ഭഗവാന്റെ അല്ലെങ്കിൽ ആധ്യാത്മിക ലോകത്തിൽ അവർ സുഹൃത്തുക്കൾ തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. എന്നാൽ ഇവിടെ ലീലയുടെ ഭാഗമായിട്ട് വന്ന സമയത്ത്
ഇങ്ങനെ ഇതെല്ലാം കണ്ട്, കാര്യം വിശ്വരൂപമൊക്കെ ഉള്ളത് ഇവിടെയാണല്ലേ, അർജുനൻ അവിടെ കാണുന്നില്ല. ഇവിടെയാണ് വിശ്വരൂപമൊക്കെ ഉള്ളത്. സോ അത് കണ്ടതിന് ശേഷം അർജുനൻ്റെ ഭാവം മാറുകയാണ് ചെയ്യുന്നത്. സുഹൃത്ത് എന്നുള്ള രീതിയിൽ കണ്ടതിൽ നിന്ന് അദ്ദേഹം ഭാവം മാറുന്നു അദ്ദേഹത്തിന് ഓട്ടോമാറ്റിക്കലി. കാര്യം അങ്ങനെയാണ് വിശ്വരൂപം അല്ലേ. അപ്പോൾ അതുകൊണ്ട് അർജുൻ അതൊക്കെ ഓർത്തുകൊണ്ട്, ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ, അതായത് ഞാൻ വളരെ ലൈറ്റായിട്ട് എടുത്തു നമ്മുടെ റിലേഷൻ, അതുകൊണ്ട് സുഹൃത്തുക്കളെ പോലെ പല കാര്യങ്ങളും ചെയ്തു, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് അർജുനൻ പ്രാർത്ഥിക്കുന്നു ഭഗവാന്റെ മുമ്പിൽ. ഓക്കെ, ഇനിയുള്ള ശ്ലോകങ്ങൾ നമുക്ക് ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നോക്കാം. 43-ാമത്തെ ശ്ലോകം മുതൽ. ഓക്കെ, 42 വരെ നമ്മളിന്ന് നോക്കി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ശ്രീമദ് ഭഗവത്ഗീത की जय. जगद्गुरु शिल प्रभुपाद की जय. समवेद गौर भक्तवृंद की जय. गौड़ीय गुरुवृंद की जय. निताय गौर हरि बोल. थैंक यू. वंशाकल्पतरुभ्यश्च कृपा सिन्धुभ्यः च पतितानां पावनेभ्यो वैष्णवेभ्यो. थैंक यू वेरी मच. हरे कृष्ण.